ഗൈസ്, അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്ന് ഇറങ്ങിയ സൈക്കിള്. ഇത് നമ്മുടെ ലിയോച്ചൻ്റെ സൈക്കിളാണ്. ഇത് നമ്മുടെ ഏറ്റവും കൂടിയ സൈക്കിള്, 18 രൂപ വരെ സൈക്കിളാണ്. ഇത് ബാക്കിയെല്ലാം മാക്സിറ്റി ആണ്. ബാക്കി സൈക്കിളെല്ലാം ഓർഡറിലാണ് കാണിക്കുന്നത്. ഇത് നമ്മുടെ സൈക്കിൾ കാണിച്ചു തരാം. ഹായ്, ഞാൻ ആപ്പിൾ അലക്സ്. എല്ലാവർക്കും ഒരു പുതു ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു സൈക്കിൾ ചലഞ്ച് കൂടെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, പ്രകൃതിയൊക്കെ സ്നേഹിച്ച് ഒരു പൊല്യൂഷൻ ഒന്നും ഉണ്ടാക്കാൻ നമ്മൾ സൈക്കിളിൽ നമ്മൾ ഇന്ന് കോന്നി വരെ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പ്ലാൻ എന്ന് വെച്ചാൽ നമ്മൾ 100 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ. അപ്പോൾ നമ്മൾ അത്രയും ദൂരം സൈക്കിൾ ചവിട്ടി അവിടെ ചെന്ന് അവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. നമ്മൾ വെള്ളച്ചാട്ടമൊക്കെ ഇറങ്ങി കുളിച്ച് ഒരു ഫ്രഷായി അവിടെ നമ്മൾ വാരയിലയിൽ ചോറ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചോറൊക്കെ അവിടെ നിന്നുണ്ട്. അപ്പം ആ വേസ്റ്റ് ഒന്നും കളി നമ്മൾ ബാഗിൽ വയ്ക്കും. നമ്മൾ ആ രീതിയിൽ പ്ലാൻ ചെയ്ത് അവിടെ തിരിച്ചു വരും. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് 100 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഒരു അഡ്വഞ്ചർ രീതിയിലാണ് നമ്മൾ അവിടെ വരെ പോകുന്നത്. അപ്പം എല്ലാവരുടെ സൈക്കിളും ഞങ്ങൾ ടീംസിനെ പരിചയപ്പെടുത്താം. അതിനു മുമ്പ് ഞങ്ങളൊരു ക്ലബ്ബ് രൂപീകരിച്ചിട്ടുണ്ട്, കുറത്തിയാട് സൺഡേ സൈക്കിൾ ക്ലബ്ബ്. അതായത് എല്ലാ ഞായറാഴ്ചയും സൈക്കിളിൽ ഓരോ പുതിയ പുതിയ സ്ഥലങ്ങളിലേക്ക് പോകും. ഇപ്പം നമ്മുടെ ചാനലിൽ ഇപ്പം മെയിനായിട്ട് ഓരോ നിങ്ങൾക്ക് അറിയാത്ത ഒരുപാട് സ്ഥലങ്ങൾ കണ്ടെത്തി നിങ്ങളിലേക്ക് എത്തിക്കുമെന്ന് നമ്മൾ നോക്കുന്നത്. അതുപോലെ തന്നെ ഇനിയും എല്ലാ ഞായറാഴ്ചയും സൈക്കിൾ റൈഡ് ഇതേപോലെ സംഘടിപ്പിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് കാണണമെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് റൈഡാണ്. അപ്പോൾ ഞാൻ ഞങ്ങളുടെ ടീംസിനെയും സൈക്കിളിനെയും പരിചയപ്പെടുത്താം. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട്. ഗായ്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ സൈക്കിൾ ഫാമിലി. ഇന്ന് നമ്മുടെ ഇതിൽ 9ഓളം പേരാണ് വന്നേക്കുന്നത്. ഇത് നമ്മുടെ കൊച്ചു റൈഡറാണ്. അപ്പോൾ ഞാൻ ഞങ്ങളെ സൈക്കിളും ആൾക്കാരെയും പരിചയപ്പെടുത്താം. നമ്മുടെ അലൻ, ആഷിക്ക്, നമ്മുടെ ലിജുച്ചാനാണ് നമ്മുടെ ക്ലബ്ബ് രൂപീകരിച്ചത്. ജിതിൻ, അക്ഷയ്, ആൽവിൻ, നിജോ, അശ്വിൻ. എൻ്റെ സൈക്കിൾ നിങ്ങൾക്ക് അറിയാമല്ലോ. ഗായ്സ്, അപ്പോൾ ഇതാണ് എൻ്റെ സൈക്കിള്. നമ്മുടെ ഹീറോയുടെ 65 മോഡൽ സൈക്കിളാണ്. അപ്പോൾ ഒരു വിൻറ്റേജ് സൈക്കിളാണ്. ഈ സൈക്കിളും കൊണ്ട് അവിടം വരെ പോകാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല. എന്നാലും നമ്മളൊരു ചലഞ്ച് രീതിയിലാണ് നമ്മൾ സംഘടിപ്പിച്ചേക്കുന്നത്. അപ്പോൾ എന്തൊക്കെയായാലും നമുക്ക് ഈ ഒരു സൈക്കിളിൽ പോയി നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് റിസ്ക് ആണ്. ഈ ഒരു സൈക്കിൾ അവിടെ വരെ എത്തുമെന്ന് അറിയത്തില്ല. എത്തുവാണെങ്കിൽ നമുക്കൊരു വലിയ ചലഞ്ചാണ്. കാരണം 65 മോഡൽ സൈക്കിളും കൊണ്ട് 100 കിലോമീറ്റർ. അപ്പോൾ ഒരു ചലഞ്ച് പോലാണ്. ഈ സൈക്കിൾ കൊണ്ട് അവിടെ വരെ എത്താൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്നാലും നമ്മൾ മാക്സിമം ട്രൈ ചെയ്യും. എത്തുവാണെങ്കിൽ ഒരു ചരിത്ര വിജയം തന്നെയാണ് ഗൈസ്. അപ്പോൾ ഈ ഒരു സൈക്കിൾ നമുക്ക് ചവിട്ടാൻ കുറച്ച് റിസ്ക്കും കുറച്ച് പാടുമാണ്. എന്തൊക്കെയാലും നമ്മൾ മാക്സിമം ട്രൈ ചെയ്യും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇന്ന് ഇവിടെ തീരുവല്ല. നമുക്കിനി എല്ലാ ഞായറാഴ്ച ഇതേപോലെ ഓരോ സ്ഥലങ്ങളിലേക്ക് പോയി നിങ്ങളെ ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ എത്തിക്കും. അപ്പോൾ ഞങ്ങളുടെ ഫാമിലി ഫുള്ള് സെറ്റാണ്. എല്ലാവരും റെഡിയല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ ഞങ്ങളുടെ ഈ റൈഡ് ഇവിടെ ഹോസ്റ്റ് ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് നേരെ ഇനി കോന്നി ചെന്നിട്ട് കാണാം. അപ്പോൾ നമ്മളിന്ന് പോകുന്ന സ്ഥലം കോന്നിയാണ്. അവിടെ ഒരു വെള്ളച്ചാട്ടവും കാര്യമൊക്കെ ഉണ്ട്. നൈസ് വെള്ളച്ചാട്ടമാണ്. നമ്മൾ ആ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങി എക്സ്പ്ലോർ ചെയ്ത്. അപ്പോൾ നമ്മുടെ ഈ റൈഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ക്ഷീണിച്ചായിരിക്കും പോകുന്നത്. 2 സൈഡും കാട്, ആ കാടിൻ്റെ നടുക്കൂടെയൊക്കെ നമ്മൾ പോകുന്നത്. അതിൻ്റെ വെള്ളച്ചാട്ടത്തിൽ കുളിക്കുമ്പോഴേ നമ്മൾ ഫ്രഷ് ആവും. ഗൈസ്, അപ്പോൾ നമ്മുടെ കൂടെ ഒരു 100 മീറ്റർ വരെ നമ്മുടെ ഒരു കൊച്ചു റൈഡറുണ്ട്. പേര് പറ. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു 100 മീറ്റർ വരെ ഒരു കൊച്ചു റൈഡറുണ്ട്. റോഷൻ എന്നാണ് പേര്. അപ്പം നമ്മൾ ഇവിടെ വന്നാൽ ഇപ്പം ചായ കുടിച്ച് റെസ്റ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നാണ് പോകുന്നത്. അപ്പോൾ ആൻറ്റി ഒരു താങ്ക്സേ. കാലമെന്ന് നീണ്ട പാഠമെന്ന് വെട്ടമേഘതി ചൂളയാക്കും. പിടികിട്ടിൽ ഒരിക്കലും എന്നെയാക്കും. ഞാൻ ചെന്നിടം നിന്നിടം എന്നിടമാക്കും. എനിക്ക് ചുറ്റുമുണ്ട് അഗ്നിവലയം. എനിക്ക് വേണ്ടതിന്റെ കാലിലെ ഭയം. നിന്റെ ചരിതം നിന്നോട് തീരും. എന്റെ പിന്നാലെ പിൻഗാമികൾ ഉയരും. പിൻഗാണികളുലയും. നിന്റെ വാക്കുകൾ ഇടറും. നിന്റെ അവസാന തടവണ രാത്രി ചുവട് വിട്ടാരൊക്കെ വന്നാലും എന്തൊക്കെ ചെയ്താലും എത്തില്ല ഒരിക്കലും എന്നോളം നീ എത്തില്ലൊരിക്കലും എന്നോളം. കാണാം വാ നമ്മിലൊരാളെ നീ ആറടി മണ്ണിൽ കണ്ണിൽ തീ. കാണാം വാ കണ്ണുമിഴിച്ചിൽ നിൽക്കാതെ നോട് മുട്ടാൻ നീ വാടാ വാ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ കോന്നിയുടെ സൈഡിലേക്ക് എത്തിക്കഴിഞ്ഞു. നല്ല വെയിലുണ്ട്. ഞങ്ങളെല്ലാം വിയർത്ത് കുളിച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുവാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കയറ്റം നമുക്ക് ഫോൺ കൈ പിടിച്ചുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞങ്ങളുടെ ടീംസ് എല്ലാം ഇവിടെ റെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കയറ്റം വെച്ച് നിങ്ങൾ വിചാരിക്കുന്നതല്ല, ഇപ്പം 2 വലിയൊരു കയറ്റമാണ്. ഒരു ചുരം കയറുന്നൊരു ഫീലാണ്. അപ്പം ഭയങ്കര ടഫാണ്. അപ്പോൾ നമുക്ക് സൈക്കിൾ ചവിട്ടി കയറ്റാൻ പോലും പറ്റത്തില്ല. മെയിനായിട്ട് എൻ്റെ ഈ ഒരു സൈക്കിള് തീരാൻ പറ്റത്തില്ല. നിങ്ങൾക്കറിയാമല്ലോ ഇതിൻ്റെ കണ്ടീഷൻ. ഇപ്പോൾ ഒരു പഴയ മോഡൽ സൈക്കിളാണ്. അപ്പോൾ നമ്മൾ കയറ്റം കയറുമ്പോൾ ഇത് ഭയങ്കര വെയിറ്റാണ്. അപ്പോൾ നമുക്ക് പിടിച്ച് കയറാനും പറ്റത്തില്ല. അപ്പം നമ്മുടെ റൈഡ് തുടങ്ങുവാണ്. അപ്പോൾ ഈ ഒരു ചുരം നമ്മൾ കയറുവാണ്. ചുരമൊന്നും പറയാൻ പറ്റത്തില്ല, ഒരു അന്യായ ഒരു കയറ്റമാണ്. അപ്പം നമ്മുടെ ചുറ്റും കാടാണ്. നമ്മുടെ ഇടത്തെ സൈഡിലും നമ്മുടെ വലത്തെ സൈഡിലും. അപ്പം എൻ്റെ സൈക്കിളിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഈ ഒരു കയറ്റം കയറുമ്പം സാധനം പഴയ മോഡലോട്ട് അന്യായ ബിൽഡ് ക്വാളിറ്റി. അപ്പം നല്ല വെയിറ്റാണ്. ഈ ഒരു വെയിറ്റും പിടിച്ചുകൊണ്ട് നമുക്കിത് മുകളിലോട്ട് കയറാൻ പറ്റത്തില്ല. അതാണ് എൻ്റെ സൈക്കിളിൽ ഏറ്റവും വലിയ കുഴപ്പം.
കേസ് അപ്പോൾ നമ്മൾ 5 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ് വ്ളോഗ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് 5 മണിക്കൊക്കെ ഇരുട്ടെന്ന് വെച്ചാൽ ഫുൾ ഇരുട്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. അങ്ങനെ നമ്മളൊരു 9-10 മണിയൊക്കെ ആയപ്പം പത്തനംതിട്ട നമ്മളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ചെന്നു. അവിടെ നിന്ന് നമ്മൾ ചായ കുടിച്ചു. ഞങ്ങൾ ബ്രെഡ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു, ബ്രെഡ് കഴിച്ചു. പിന്നെ അവിടെ നിന്നായിരുന്നു നമ്മൾ ഇൻ്റർവ്യൂ ഒക്കെ എടുത്തത്. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു 10 മണിയായി കാണും. 10 മണി തൊട്ട് നമ്മളിവിടെ നല്ല വെയിലായിരുന്നു, നമുക്കറിയാം 10 മണിയുടെ വെയിലൊക്കെ. അങ്ങനെ ഞങ്ങൾ ഈ ഒരു ഏരിയയിലെത്തി. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ 2 സൈഡും കാടാണ്. അപ്പോൾ നമുക്ക് വെയിലുണ്ടെങ്കിലും ഒരു ചെറിയ തണുപ്പ് കിട്ടുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. ഇവിടെ ആക്സിഡൻറ്റ് സാധ്യത കൂടിയൊരു ഏരിയ ആണ്. നമ്മൾ ഓൾറെഡി ഇവിടെ നമ്മൾ അന്നൊന്ന് നമ്മുടെ ആക്റ്റീവ സ്കൂട്ടറിൽ വന്നതാണ് ഈ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി. അന്നൊന്നും പറഞ്ഞില്ല ഇത്രയും വലിയ കയറ്റം വരുന്നത്. ഇപ്പം നമ്മുടെ കൂടെ വരുന്നവരൊക്കെ നോണ്ടേ അവിടെ കയറുന്നതേ ഉള്ളൂ. എന്നെ സംബന്ധിച്ച് ഒരു 55 വർഷം പഴക്കമുള്ള സൈക്കിളായതുകൊണ്ട് നല്ല ബിൽഡിംഗ് ക്വാളിറ്റി ആയതുകൊണ്ട് നമുക്ക് ചവിട്ടി കയറാൻ പറ്റത്തില്ല. നല്ല വെയിറ്റ് ഉണ്ട് സൈക്കിളിന്. കേസുണ്ട് അപകട സാധ്യത ഉള്ള ഒരു മേഖലയിൽ ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അത്രയ്ക്ക് റിസ്ക്കാണ്. അപ്പം നമ്മുടെ കൂടെ വന്നൊരു കൂട്ടുകാരൻ്റെ സൈക്കിള് ചെയിൻ പൊട്ടിപ്പോയി. പിന്നെ അങ്ങോട്ട് കുറച്ച് ഇറക്കവും കാര്യമൊക്കെയാണ്. കഴിച്ചപ്പോൾ നമുക്കിനി ഒരു ഇറക്കം കിട്ടി. അപ്പോൾ കയറ്റം കയറി ഒരു 3 വലിയ കയറ്റം കയറിയാണ് നമ്മൾ ഇവിടം വരെ എത്തിയത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അത് കയറാൻ ഭയങ്കര റിസ്ക്കാണ്. ഇപ്പോൾ ഒരു ഇറക്കം കിട്ടി ചവിട്ടുവാണ്. അപ്പോൾ എൻ്റെ ഒരു സൈക്കിൾ പഴയ മോഡൽ സൈക്കിൾ ആയതുകൊണ്ട് ഈ ഒരു കയറ്റം കിട്ടിയെങ്കിലും നമുക്ക് വണ്ടി വലിക്കത്തില്ല, നല്ല വെയിറ്റ് ഉണ്ട്. ബാക്കിയുള്ളവരൊക്കെ മോഡൽ ഗിയറൊക്കെ ആയതുകൊണ്ട് അലോയാണ്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് വീണ്ടും ഒരു കയറ്റം കിട്ടി. ദൈവമേ ഇതൊരു അവസാനമില്ലേ. അപ്പോൾ നമ്മുടെ കൂടെ വന്നവരൊക്കെ നമ്മുടെ ചവിട്ടി പോകുന്നു. അറിയാൻ പറഞ്ഞില്ല എൻ്റെ സൈക്കിൾ അത്ര വലുതായിട്ട് കയറ്റം കയറത്തില്ല, എന്നാലും നമ്മൾ ചവിട്ടി കയറ്റും. അപ്പോൾ നമ്മുടെ ഒരു പ്ലാൻ എന്ന് വെച്ചാൽ ഇവിടെ മുകളിൽ ചെല്ലുമ്പോൾ ഒരു വെള്ളച്ചാട്ടമുണ്ട്. ആ ഒരു വെള്ളച്ചാട്ടത്തിൽ കുളിക്കാൻ സാധിക്കുവാണെങ്കിൽ നമുക്ക് ഒന്ന് ഫ്രഷ് ആവും, പിന്നെ നമ്മൾ ഹാപ്പി ആവും. കേസപ്പോൾ ഒരു ഉള്ള കാര്യം തുറന്ന് പറയാം, നമ്മൾ നല്ലപോലെ അണച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു വെയിലുള്ള സമയമാണ്. എന്നാൽ തന്നെ ഇതൊരു കാട് ഏരിയ ആയതുകൊണ്ട് നമുക്ക് വലിയൊരു ചൂട് അനുഭവപ്പെടുന്നില്ല. വീണ്ടും കയറ്റം വീണ്ടും ഇറക്കം, അതാണ് ഇവിടുത്തെ ഒരു സ്ട്രക്ചർ. കേസപ്പോൾ നമ്മുടെ അത്രയും വലിയൊരു ചാനലൊന്നുമല്ല. നമ്മുടെ ചാനൽ വിജയിക്കുവാണെങ്കിൽ നമ്മളൊരു GoPro ഒക്കെ സംഘടിപ്പിക്കും. അതപ്പോൾ നമുക്ക് തലയെ വെച്ചുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ ഫോൺ കയ്യിൽ പിടിക്കുവാണ്, ഒരു ഹെവി സെൽഫി സ്റ്റിക്കാണ് കയ്യിലുള്ളത്. ഇത് രണ്ടും കൂടെ വെച്ചുകൊണ്ട് ഷൂട്ട് ചെയ്യുമ്പം റിസ്ക് എന്ന് വെച്ചാൽ അന്യായ റിസ്ക്കാണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു പണി. അപ്പോൾ നമ്മുടെ ഏക ഒരു ആശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുകളിൽ ചെല്ലുമ്പോൾ ഒരു വെള്ളച്ചാട്ടം കിട്ടും. വെള്ളച്ചാട്ടത്തിൽ നിന്ന് കുളിക്കാൻ പറ്റുവാണെങ്കിൽ നമ്മളൊന്ന് ഫ്രഷ് ആവും. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്ഷീണവും കാര്യമൊക്കെ മാറാൻ പറ്റും. അപ്പോൾ നിങ്ങളും ഇതേപോലെ സൈക്കിൾ ട്രിപ്പും കാര്യമൊക്കെ ചെയ്യുവാണെങ്കിൽ ഈ വെള്ളച്ചാട്ടം പോലുള്ള സ്ഥലങ്ങളെടുത്ത് നോക്കണം. അപ്പോൾ നിങ്ങൾ ചവിട്ടി ക്ഷീണിക്കുവാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആ വെള്ളച്ചാട്ടമൊക്കെ എത്തുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊന്ന് റിലാക്സ് ചെയ്യാൻ സാധിക്കും. വീണ്ടും നമ്മളൊരു കയറ്റത്ത് എത്തിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു കയറ്റം ഇറക്കം അതാണ് ഇവിടുത്തെ മെയിൻ സ്ട്രക്ചർ. ഞങ്ങൾ ഇത്രയും കിലോമീറ്റർ ഈ ഒരു വെയിലത്തൂടെ ചവിട്ടി ഞങ്ങൾ എല്ലാം ക്ഷീണിച്ചേക്കുവാണ്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എത്താറായി. ഞാൻ ഇവിടെ സ്വാഗതം ബോർഡൊക്കെ ഇവിടെ കിടപ്പുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ വീണ്ടും ഇറക്കം കിട്ടി. നല്ല തണുപ്പാണ്. എന്തോ പറഞ്ഞാൽ ഈ ഒരു സമയത്ത് വെയിൽ നമുക്കറിയാം. എന്നാൽ പോലും തന്നെ ഒരു കാടായതുകൊണ്ട് നമുക്ക് നല്ല തണൽ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഞാൻ നിങ്ങൾ ചെക്ക് പോസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളും ഇതേപോലെ വരുവാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ നേരത്തെ ഇറങ്ങാൻ നോക്കണം. അപ്പോൾ ഞങ്ങൾക്കിത് അവിടുന്ന് ഒരു 50 കിലോമീറ്റർ ഞങ്ങൾക്ക് അവിടുന്ന് ഞങ്ങളുടെ കുറത്തിയാട് നിന്ന് ഇവിടം വരെ കാണും. അപ്പോൾ ഇവിടെ തിരിച്ചു 50 കിലോമീറ്റർ. അങ്ങനെ നമ്മൾ 65 വർഷം പഴക്കമുള്ള സൈക്കിളും കൊണ്ട് 100 കിലോമീറ്റർ സവാരി ഇവിടം വരെ എത്താൻ പറ്റുന്ന പോലും ഞാൻ വിചാരിച്ചില്ല. കാരണം ഈ ഒരു സൈക്കിളിൻ്റെ കണ്ടീഷൻ ഇപ്പം അത്രയും വർഷം പഴക്കമുള്ള സൈക്കിളാണ്. ഇവിടം വരെ ഇത് എത്തിയ സ്ഥിതിക്ക് സൈക്കിൾ കണ്ടീഷൻ നമുക്ക് മനസ്സിലായി. ഈ ഒരു ട്രിപ്പ് ഇനിയും നമ്മൾ തുടരും. ഇനി എല്ലാ ഞായറാഴ്ചയും ഇതേപോലെ ഓരോ സ്ഥലങ്ങളിൽ പോയി നിങ്ങളെ ഒരു വീഡിയോ കാണിക്കാൻ നമ്മൾ മാക്സിമം നോക്കുന്നതാണ്. പിന്നെ ഒരുപാട് ആൾക്കാർ ഇവിടുത്തെ വരുന്നുണ്ട് ഈ സ്ഥലം കാണാനും ഇതിനെക്കുറിച്ച് അറിയാനും. നിങ്ങൾക്ക് റൈറ്റും ലെഫ്റ്റൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് വണ്ടികൾ പോകുന്നത് കാണാൻ സാധിക്കും. ഇതിൻ്റെ മുഖം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഞാൻ സാധാരണ ഇൻട്രോ എടുത്ത പോലൊന്നുമല്ല, നല്ലപോലെ വിയർത്ത് കുളിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഗൈസ്, അപ്പം നമ്മൾ ഫൈനലി നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞു. ഇനി ഫുൾ ഇറക്കമാണ്. അപ്പം നമ്മുടെ ഇത്രയും നേരത്തെ ഒരു ക്ഷീണം എല്ലാം മാറ്റി ഈ ഇറക്കം സഹായിക്കും. അങ്ങനെ ഞങ്ങൾ മണ്ണിര എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയേക്കുവാണ്. ഇവിടെ നിന്ന് ഇനി ഫുഡ് കഴിച്ചിട്ടാണ് നമ്മൾ വെള്ളച്ചാട്ടം അങ്ങോട്ട് പോകുന്നത്. നമുക്ക് ഇവിടെ മറ്റേ കൊട്ടവഞ്ചിയൊക്കെ പോകുന്ന ആ ഒരു വെള്ളം കാണാം. നമുക്ക് പറ്റുവാണെങ്കിൽ ഇവിടെ ഇറങ്ങാം. അപ്പം ഞങ്ങൾ നീണ്ട 6 മണിക്കൂറത്തെ സൈക്കിൾ റൈഡിന് ശേഷം ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കുവാണ്.
അപ്പോൾ എല്ലാവരും കഴിപ്പ് തുടങ്ങി. അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഓൾമോസ്റ്റ് എല്ലാവരും വാഴയിലയിൽ ചോറ് കൊണ്ടുവന്നേക്കുവാണ്. അപ്പോൾ ഈ ഒരു ഇലയൊക്കെ ഞങ്ങൾ ഇവിടെ കളയത്തില്ല, വീട്ടിൽ കൊണ്ടേ കളയത്തുള്ളൂ. അങ്ങനെ മാക്സിമം പ്രകൃതിയോട് ഇണങ്ങിയ ഒരു റൈഡാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത്. ഇന്നത്തെ ഒരു ഊണിനൊരു പ്രത്യേകതയുണ്ട്. പല അമ്മമാർ പല വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ഫുഡ് നമുക്ക് എല്ലാവരും പാത്രത്തിൽ നിന്ന് കൈകൊണ്ട് വാരി കഴിക്കുവാണ്. ഇപ്പോൾ ഞങ്ങളുടെ +2 ലൈഫൊക്കെ ഞങ്ങൾക്ക് ഓർമ്മ വരുന്നത്. ആരെങ്കിലും ഒരാൾ ചോറ് കൊണ്ടുവരും, അതെല്ലാം എണ്ണോ അവരൊരു പാത്രത്തിൽ പോകും. ചിലർ ഇല പാത്രം കൊണ്ടുവന്ന് ഫുഡ് കഴിക്കും. അതേപോലെയാണ്. അപ്പോൾ നമുക്ക് ഓരോ പ്ലേറ്റിൽ നിന്ന് ഫുഡ് കഴിച്ച് നമുക്ക് തുടങ്ങാം. ഹായ് ഫ്രണ്ട്സ്, അപ്പം ഞങ്ങൾ 54 കിലോമീറ്റർ സൈക്കിളായി വന്ന് ഇവിടെ ആ വെള്ളച്ചാട്ടത്തിലേക്ക് പോവുകയാണ്. ഇനി വെള്ളച്ചാട്ടത്തിൽ പോയിട്ട് നമുക്ക് അവിടുത്തെ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ വെള്ളച്ചാട്ടത്തിലേക്ക്. നമ്മളിവിടെ വന്നു ഈ ഒരു വെള്ളച്ചാട്ടം കണ്ടു. ഇനി ഇത് മുകളിലോട്ടുണ്ട്. അത് കുറച്ച് അഡ്വഞ്ചറാണ്. നമുക്കിത് മല വലിഞ്ഞ് കയറാൻ പറ്റും. ഏതിപ്പോൾ നമ്മൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ നിൽക്കുവാണ്. ഇവിടെ നിന്നാണ് ആ വെള്ളത്തിൻ്റെ ഫോഴ്സൊക്കെ വരുന്നത്. ഇതാണ് ആ സ്ഥലം. ഒരു ഗുഹയും കാര്യമൊക്കെ ഉണ്ട്. ഇവിടെ നിന്നാണ് ഈ ഒരു വെള്ളം ഒഴുകി താഴോട്ട് വരുന്നത്. ഇതാണ് ആ കറക്റ്റ് വ്യൂ. നമ്മൾ ഓൾറെഡി ഇവിടെ നേരത്തെ വന്നതാണ്. അന്ന് ഇത്രയും വെള്ളമൊന്നും ഇല്ലായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നല്ല വെള്ളം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളിവിടെ വന്നപ്പോൾ ഭയങ്കര ക്ഷീണവും തലവേദനയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ഇൻ്റർവ്യൂ ഒന്നും ആദ്യം പറയാഞ്ഞത്. ഇപ്പം അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് വെള്ളത്തിൽ പോയത്. ഇപ്പം ഞങ്ങൾ വെള്ളത്തിലേക്ക് കുളിച്ച് കഴിയുമ്പോൾ ഞങ്ങൾ തലവേദനയൊക്കെ മാറി. ഒരു നല്ലൊരു നൊസ്റ്റ് ഫീലാണ് നമുക്കിത് കിട്ടുന്നത്. ഇപ്പോൾ സമയം 3:30 ഇപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ഇനിയും ആ 55 കിലോമീറ്റർ ഞങ്ങൾ ചവിട്ടും. ഈ സൈക്കിൾ കൊണ്ട് ചവിട്ടാൻ പറ്റും. ഇപ്പം നമ്മുടെ 86 മോഡൽ ബേബി ഇവിടെ ഉണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാൻ വേണ്ടി ഒരു കാര്യം പറയട്ടെ. ഞങ്ങൾ അവിടെ നിന്ന് 4 മണിയായപ്പോൾ ഡ്രസ്സൊക്കെ ഇട്ട് വെള്ളച്ചാട്ടം അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പോൾ 7 മണിക്ക് വീട്ടിൽ വരാനുള്ള പ്ലാനിലായിരുന്നു നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. പക്ഷേ നിർഭാഗ്യവശാൽ ഞങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ മഴ നല്ലപോലെ ചാരി. അങ്ങനെ കാടിന് നടുക്ക് മഴ നനഞ്ഞുകൊണ്ട് നിന്നു. അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം നമ്മൾ മൊബൈലിലാണ് ഷൂട്ട് ചെയ്യുന്നത് പറഞ്ഞപ്പം മഴ പെയ്താൽ മൊബൈലിൽ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ലോ. സോ നമ്മൾ മൊബൈൽ എടുത്ത് ബാഗിൽ വെച്ചു. സോ അവിടുത്തെ ക്ലിപ്പിംഗ്സ് ഒന്നും കിട്ടിയില്ല. ഞാനിപ്പോൾ പറയുന്നത് അന്നേരം ഞങ്ങൾ നേരെ ഒരു വീട്ടിൽ പോയി. അപ്പോൾ അവർ ഞങ്ങൾക്ക് അവിടെ നിൽക്കാനൊക്കെ സൗകര്യം തന്നു. 1 മണിക്കൂർ നമ്മൾ ആ വീട്ടിൽ നിന്ന് 1.5 മണിക്കൂർ. പിന്നെ അവർ നല്ലൊരു വീട്ടുകാരോട് ഞങ്ങൾക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കി തന്നു. അപ്പോൾ അവർക്കൊരു വലിയ താങ്ക്സ്. അങ്ങനെ ഞങ്ങൾ ഒരു 5:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ ചുരം ഇറങ്ങാൻ തുടങ്ങി. അന്നേരം ഞങ്ങൾക്ക് കിട്ടിയ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്തതുകൊണ്ട് നമുക്ക് സൈക്കിള് നമുക്ക് ചവിട്ടി ഇറക്കാൻ പറ്റത്തില്ല. അപ്പം ബ്രേക്ക് പിടിച്ചിട്ട് ബ്രേക്ക് കിട്ടത്തില്ല. അപ്പം ഞാനും നിജോ ചേച്ചനും അത് നോക്കാതെ ആദ്യം ഇറങ്ങിയതായിരുന്നു. അപ്പം ഞങ്ങൾ എത്ര ബ്രേക്ക് പിടിച്ചാൽ ഞങ്ങൾക്ക് ബ്രേക്ക് കിട്ടുന്നില്ല. അപ്പം ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ സൈക്കിൾ സ്കിഡായി. വലുതായിട്ടൊന്നും പറ്റിയില്ല. പിന്നെ അവരെല്ലാം ഉരുട്ടിയാണ് ഇറങ്ങിയത്. അപ്പം ഞാനും നിജോ ചേച്ചനും മാത്രം സൈക്കിള് ചവിട്ടി ഇറങ്ങി. അപ്പം ഞങ്ങൾ ബ്രേക്ക് പിടിച്ചിട്ട് കിട്ടുന്നില്ല. ഷൂ ഒക്കെ ചവിട്ടി നിന്ന് അപ്പോഴത്തേക്ക് വണ്ടി ചവിട്ടിയിട്ട് പോലും നിൽക്കുന്നില്ല. അപ്പം നമ്മൾ 3 വലിയ കയറ്റം കയറുമെന്ന് പറഞ്ഞില്ല, 3 വലിയ കയറ്റം ഇറങ്ങുമായിരുന്നു. ഫുള്ള് വളവാണ്. അപ്പം ജസ്റ്റ് എങ്ങാനും ഒന്ന് എതിരെ വണ്ടി വന്നാൽ ഒന്നെങ്കിൽ ഞങ്ങൾ കൊക്കെ വീട്ടിലേക്ക് വണ്ടി ആ ഒരു അവസ്ഥയിലായിരുന്നു. എത്ര ബ്രേക്ക് പിടിക്കാൻ കിട്ടുന്നില്ല. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ചുരം ബ്രേക്ക് പിടിക്കാതെ ഇറങ്ങിയത്. അപ്പം ദൈവദിനത്തിന് ഇവിടം വരെ എത്തി ഒന്നും പറ്റിയില്ല. പിന്നെ നമുക്ക് കിട്ടിയ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴത്തേക്കൊരു 6 മണിയൊക്കെ കഴിഞ്ഞു. അന്നേരം മഴ ചെറിയ ചാറ്റിലുണ്ടായിരുന്നു. അപ്പോൾ ഈ മഴ പെയ്തുകൊണ്ട് ആ ഒരു പ്രദേശമൊന്നും കറണ്ട് ഇല്ലായിരുന്നു. ഫുള്ള് ഇരുട്ടായിരുന്നു.
അപ്പം ഞങ്ങൾ ഒരു 7 മണിക്ക് മുമ്പ് വീട്ടിലെത്തുന്ന പ്ലാനിലായതുകൊണ്ട് ഞങ്ങളുടെ സൈക്കിളിൽ ലൈറ്റും കാര്യമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എൻ്റെ ആവശ്യമില്ല, 7 മണിക്ക് വീട്ടിലെത്തും. അപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കാതെ മഴ പെയ്തു. അങ്ങനെ 1 മണിക്കൂർ 1.5 മണിക്കൂർ അവിടെ ഇരുന്നു. പിന്നെ മഴ പെയ്തുകൊണ്ട് കാറിലെ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല, അപ്പോൾ നമുക്ക് സ്പീഡിൽ ചവിട്ടാൻ പറ്റത്തില്ല. റോഡിലും വെട്ടമില്ല, ഞങ്ങളുടെ കയ്യിലും വെട്ടമില്ല. അങ്ങനെ വെട്ടമില്ലാത്ത സൈക്കിളും കൊണ്ട് ഞങ്ങൾ 40ഓളം കിലോമീറ്റർ ചവിട്ടി. അപ്പം ഞങ്ങളുടെ ലിറ്റുവച്ചൻ്റെ സൈക്കിളിൽ മാത്രമേ ഉള്ളായിരുന്നു തലയിൽ ഒരു ടോർച്ചും ബാക്കിൽ ഒരു മിന്നി കത്തുന്ന ലൈറ്റും. അപ്പോൾ ആ ഒരു മിന്നി കത്തുന്ന ലൈറ്റ് നോക്കിയാണ് ഞങ്ങൾ 40 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടിയത്. ഇടയ്ക്ക് ഞങ്ങളൊന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. അങ്ങനെ 6-6:30 എത്തേണ്ട ഞങ്ങൾ എത്തിയത് 10 മണിക്കാണ്. അപ്പം ഞാനെന്ന് വെച്ചാൽ 55 വർഷം പഴക്കമുള്ള സൈക്കിളും കൊണ്ട് 120 കിലോമീറ്റർ എന്ന റെക്കോർഡാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അതിനെക്കാട്ടി വലിയ എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾക്ക് അവിടെ കിട്ടിയത്. കാട്ടിൽ മര നനഞ്ഞ് നിൽക്കാൻ പറ്റി. എന്നിട്ട് രാത്രിയിൽ ലൈറ്റ് ഇല്ലാതെ 40 കിലോമീറ്റർ സൈക്കിൾ ചെയ്യാൻ പറ്റി. മോറോവർ ഒരു ചുരം ബ്രേക്ക് പിടിക്കാതെ ഇറങ്ങി, അതും മഴ സമയത്ത്, കാരണം ബ്രേക്ക് കിട്ടത്തില്ല. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചതിനെക്കാട്ടി നല്ല രീതിയിൽ ഞങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. കാരണം നമ്മുടെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു ചുരമൊക്കെ ബ്രേക്ക് പിടിക്കാത്ത ഒരു ഭയങ്കര റിസ്ക്. നിങ്ങൾ ജസ്റ്റ് ചരിഞ്ഞ് നമ്മൾ താഴെ വീഴും. ആ റിസ്ക് ഞങ്ങൾ സൈക്കിൾ ചവിട്ടാൻ ഒരു ഇപ്പം പറയാൻ നല്ല രസമുണ്ട്. അന്നേരം നല്ലപോലെ പേടിച്ചു കേട്ടോ. ആ ഒരു ഫീല് രാത്രിയിൽ ഇരുട്ടത്ത് 40 കിലോമീറ്റർ ഞങ്ങൾ സൈക്കിൾ ചവിട്ടി. അങ്ങനെ കുറേ അച്ചീവ്മെൻറ്റ് ഞങ്ങൾ അങ്ങനെ അല്ലാതെ നമുക്ക് ഇതിനെ കൂടെ കിട്ടിയിട്ടുണ്ട്. അതെല്ലാം ഞങ്ങളുടെ മിസ്റ്റേക്കാണ്. ഞങ്ങൾ കുറച്ചും കൂടെ നേരത്തെ അവിടെ നിന്ന് ഇറങ്ങേണ്ടതായിരുന്നു. അപ്പം ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല മഴ പെയ്യുമെന്ന്, കറണ്ട് പോകുമെന്ന്. അപ്പം അൺഎക്സ്പെക്റ്റഡ് പറ്റിയ കുറേ പറ്റാണ്. പക്ഷേ പറ്റും ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അങ്ങനെ ഞങ്ങൾ 10-10:30 ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്ന് ഞാൻ ഫുഡ് കഴിച്ചു, ഒന്ന് കുളിച്ചു, അതുകൊണ്ട് വീണ്ടും കിടക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം എൻ്റെ ഫോണ് വാട്ടർ പ്രൂഫ് ഒന്നും അല്ല, സോ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. രാത്രി ഇരുട്ടാണ്, സോ വീഡിയോ എടുത്താലൊന്നും കാണത്തില്ല. സോ അതിൻ്റെ കൊച്ചു ക്ലിപ്പിങ്സും കാര്യങ്ങളും മാത്രമേ ഞാൻ ഇതിൻ്റെ ഇട്ടിട്ട് ഓടിച്ച് കാണിക്കുകയാണ്. എന്നിട്ട് ഞാനിത് പറയുവാണ്. അപ്പം ഞങ്ങൾക്ക് കിട്ടിയ പറ്റിനെ ഞങ്ങളത് എക്സ്പ്ലോർ ചെയ്യുന്ന രീതിയിലാണ് ഞാനിപ്പം. ഇപ്പം നമ്മൾ എന്തൊരു കൊച്ചു മുമ്പിൽ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യാൻ നോക്കണം. അപ്പോൾ അതിന് അയ്യോ എന്ന് പറഞ്ഞ് ഇരിക്കരുത്. അപ്പം ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഈ ഒരു 55 വർഷം പഴക്കമുള്ള സൈക്കിളും കൊണ്ട് ഈ 120 കിലോമീറ്റർ ചവിട്ടാൻ പറ്റുമെന്ന്. അത് നല്ലൊരു അച്ചീവ്മെൻ്റ് ആയിരുന്നു. ഞങ്ങൾ ചവിട്ടി കഴിഞ്ഞു. സോ നമ്മുടെ സൈക്കിൾ കണ്ടീഷനാണെന്ന് മനസ്സിലായി. ഇനിയും നമ്മൾ ഈ ഒരു സൈക്കിളും കൊണ്ട് വേറെ കുറേ സൈക്കിൾ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്തെങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. സോ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ കിടക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പ് നിങ്ങളിത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ സൈക്കിളായിട്ടൊക്കെ നമ്മുടെ ചാനൽ ഇനിയും നമ്മൾ ഇടാൻ പോവുകയാണ്. കാരണം ഈ ഒരു സൈക്കിൾ നല്ല അച്ചീവ്മെൻ്റ് ആണ്. അപ്പോൾ ഇപ്പം പറ്റിയ കുറേ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, അതെല്ലാം മാറ്റി ഞങ്ങൾ സൈക്കിൾ ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്ത് ഒരു ഓർഡറിൽ ടൈം ഷെഡ്യൂളൊക്കെ പ്ലാൻ ചെയ്ത് മഴ പെയ്ത് എന്ത് ചെയ്യണം അതൊക്കെ ആലോചിച്ച് വെൽ പ്ലാൻഡ് ആയിട്ട് അടുത്ത വീഡിയോ വരും. നമ്മുടെ ഫസ്റ്റ് റൈഡാണ്. അന്ന് തന്നെ നമുക്ക് ഇത്രയും എക്സ്പീരിയൻസ് ആയി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ്. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി കൂടുതലൊന്നും പറയുന്നില്ല. ഇപ്പം 11:30 സമയം ആവാറായി. ഇപ്പം എന്തൊക്കെയാണ് ഞാൻ കിടക്കുവാണ്. കൂടുതലൊന്നും പറയുന്നില്ല, നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ നമുക്ക് മറ്റുള്ള വ്ളോഗായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് ആപ്പിൾ എലക്സ് signing out. Bye bye.